സ്വന്തം ടീമിന് വേണ്ടി എല്ലാം കൊടുത്തിട്ടും പുറത്താക്കപ്പെട്ടു. ആദ്യ മത്സരത്തിൽ ഹൃദയം നുറുങ്ങും വിധം മൈതാനത്ത് അപമാനിതനായി. എല്ലാം സഹിച്ച് രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ അതികായൻ എന്തിന് മുംബൈ ഇന്ത്യൻസിൽ തുടരണമെന്ന് ചിന്തിക്കാത്തവരായി ആരുമുണ്ടാവില്ല. എന്താണ് ആ കാരണം? IPL 2024 സീസണിന് തൊട്ടു മുന്നേയുള്ള ഒരു മാസക്കാലം മുംബൈ ഇന്ത്യൻസിനെ ചുറ്റിപ്പറ്റി അതിനാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ചിലതൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് തന്റെ പഴയ തട്ടകമായ മുംബൈ ഇന്ത്യൻസിന്റെ തലതൊട്ടപ്പനായി തിരികെ എത്തിയത് പക്ഷേ ആരാധകർക്ക് ഇഷ്ടമായില്ല. നീരസം സോഷ്യൽ മീഡിയ പോസ്റ്റുകളായി. ഹിറ്റ്മാനെ നിഷ്കരുണം സ്ഥാനഭ്രഷ്ടനാക്കിയ മാനേജ്മെന്റും ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ കാരണങ്ങളൊന്നും ആരും വിശദീകരിച്ചുമില്ല. നായകസ്ഥാനം തെറിച്ചിട്ടും ടീമിൽ തുടരാനുള്ള രോഹിത്തിന്റെ തീരുമാനം അന്ന് തന്നെ ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. IPL തുടങ്ങിയിട്ടും പാണ്ഡ്യയുടെ സ്ഥാനാരോഹണം ആരാധകർക്ക് അംഗീകരിക്കാനായില്ലെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് മുംബൈയുടെ ആദ്യ മത്സരത്തിനിടെ ഉണ്ടായ നാടകീയ സംഭവങ്ങൾ. തന്റെ പഴയ ഫ്രാഞ്ചൈസിയായ ഗുജറാത്ത് ടൈറ്റൻസിന്റെ തട്ടകത്തിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ മുംബൈയുടെ പുതിയ ക്യാപ്റ്റനെ കൂവി വിളിച്ചാണ് ക്രിക്കറ്റ് ആരാധകർ വരവേറ്റത്. ടോസിനെത്തിയപ്പോൾ മുതൽ ഹാർദിക്കിനോടുള്ള ദേഷ്യം ആരാധകർ പ്രകടിപ്പിച്ചു തുടങ്ങി. രോഹിത് എന്ന സ്റ്റേഡിയത്തിൽ ആകെ മുഴങ്ങി. ഗുജറാത്ത് ആരാധകർ പോലും ഹാർദിക്കിനെ കൂവി വിളിച്ചു. ആരാധകരുടെ പ്രതികരണം പാണ്ഡ്യയെ പ്രകോപിതനാക്കിയെന്ന് വേണം കരുതാൻ. ഹാർദിക്കിന്റെ പെരുമാറ്റം ഹിറ്റ്മാനോട് പ്രതികാരം വീട്ടുന്നതിന് തുല്യമായിരുന്നു. എരുതിയിൽ എണ്ണ എന്ന പോലെ ആരാധകരോഷം ഇതോടെ ആളിക്കത്തി. നിരന്തരം ഫീൽഡിംഗ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രോഹിത്തിനെ മൈതാനത്തിന് ചുറ്റുമോടിച്ച ഹാർദിക് മര്യാദയുടെ സകല സീമകളും ലംഘിച്ചു. മറുവശത്ത് ഒരക്ഷരം പറയാതെ രോഹിത് ക്യാപ്റ്റനെ അനുസരിക്കുന്നുമുണ്ട്. ഹാർദിക്കിന്റെ മോശം പെരുമാറ്റത്തിനെതിരെയുള്ള രോഷം ഗാലറിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്കും പടർന്നു കഴിഞ്ഞു. രോഹിത് മുൻ ക്യാപ്റ്റനല്ലേ, കുറച്ചൊക്കെ ബഹുമാനമാവാമെന്നും പാണ്ഡ്യ രോഹിത്തിനോട് ഒരു പുതുമുഖ താരത്തെ പോലെയാണ് പെരുമാറുന്നതുമെന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ. സ്വന്തം കാണികളും എതിരാളികളും ഒരുമിച്ച് പാണ്ഡ്യയെ കൂവുന്നുണ്ടെങ്കിൽ ഇതിലും വലുതാണ് കാത്തിരിക്കുന്നതെന്ന് ഉറപ്പാണ്. എന്തായാലും വാങ്കഡയിൽ ഹാർദിക്കിനെ കാത്തിരിക്കുന്നത് നല്ല വരവേൽപ്പല്ലെന്ന് വ്യക്തമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ പെരുമാറ്റം കൊണ്ട് ഹീറോ ആയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. IPL സീസണിന് തിരി തെളിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വളരെ അപ്രതീക്ഷിതമായാണ് MS ധോണി CSKയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഋതുരാജ് ഗെയ്ക്വാദിന് കൈമാറിയെന്ന വാർത്ത ആരാധകരെ തേടിയെത്തിയത്. പുതിയ മാറ്റം ഉൾക്കൊള്ളാൻ ആരാധകർക്ക് അപ്പോഴും സാധിച്ചിരുന്നില്ലെങ്കിലും പുതിയ ക്യാപ്റ്റൻ ഗെയ്ക്വാദിന് മനസ്സ് കീഴടക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ ഒരൊറ്റ മത്സരത്തിലൂടെ കഴിഞ്ഞു. ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിനിടെ ധോണിയോട് അഭിപ്രായം ചോദിക്കുന്ന ഗെയ്ക്വാദും എല്ലാം ഓക്കെയാണെന്ന് നോക്കി തംസ് അപ്പ് നൽകുന്ന ധോണിയും. ക്യാപ്റ്റൻ മാറിയെങ്കിലും ധോണിക്കുള്ള ബഹുമാനവും സ്ഥാനവും ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഗെയ്ക്വാദ് ആദ്യ മത്സരത്തിൽ തന്നെ തെളിയിച്ചു. ചെന്നൈയുടെ മാനേജ്മെന്റിനും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. നേരത്തെ ജഡേജയ്ക്ക് നായകസ്ഥാനം കൈമാറി കൈപൊള്ളിയ ചെന്നൈ ഇത്തവണ ഗൗരവത്തോടെയാണ് കൈമാറ്റം നടത്തിയതെന്ന് നിശ്ചയം പറയാം. ധോണിയോട് അഭിപ്രായം ചോദിക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദും രോഹിത് ശർമ്മയോട് ആജ്ഞാപിക്കുന്ന ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അഹങ്കാരത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഹാർദിക് തിരുത്തി മുന്നേറിയില്ലെങ്കിൽ ആ കരിയറും ആരാധക പിന്തുണയും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും. കാരണം വ്യക്തികളേക്കാൾ ആരാധകർക്ക് പ്രിയം ക്രിക്കറ്റാണ്. മാന്യതയില്ലാത്തവർക്ക് ക്രിക്കറ്റിൽ സ്ഥാനമുണ്ടാവില്ല. അതൊരു ചരിത്ര സത്യവുമാണ്.